ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അച്ഛനും കൂടി അരുവിക്കലിൽ പോവാണ്. അവിടെ വെള്ളവും ഒക്കെ ഉണ്ട്. അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് പഞ്ചായത്തിൽ കളത്തൂർ എന്ന് പറയുന്ന ഒരു സുന്ദര ഗ്രാമത്തിലാണ്. കോട്ടയം മൂവാറ്റുപുഴ റൂട്ടിൽ ഏറ്റുമാനൂരിനും കുറവിലങ്ങാടിനും ഇടയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റുമാനൂരിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്ററും കുറവിലങ്ങാട് നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററും യാത്ര ചെയ്താൽ കുരിയം എന്ന് പറയുന്ന ചെറിയൊരു പട്ടണത്തിൽ എത്തിച്ചേരുന്നു. കുരിയം എന്ന ചെറുപട്ടണത്തിൽ കൊക്കോപ്പള്ളി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ കൂടി ഉള്ളിലോട്ടുള്ള റൂട്ടിൽ കൂടിയാണ് ഈ അമ്പലത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഈ റോഡിൽ കൂടി ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ അമ്പലത്തിലേക്കുള്ള പോക്കറ്റ് റോഡിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതേസമയം എറണാകുളത്ത് നിന്ന് വരുന്നവർ കുറുപ്പന്തറ കഴിഞ്ഞതിന് ശേഷം 100 മീറ്റർ മാറി ഇടത്തോട്ടുള്ള വഴിയിൽ കൂടി ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഏകദേശം 5.5 കിലോമീറ്ററാണ് കുറുപ്പന്തറയിൽ നിന്നും ഈ അമ്പലത്തിലേക്കുള്ള ദൂരം. കുരിയം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ ബോർഡ് കാണാൻ സാധിക്കുന്നതാണ്. അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആ ബോർഡിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ടുള്ള ചെറിയ പോക്കറ്റ് റോഡിൽ കൂടി യാത്ര ചെയ്താലാണ് ഈ അമ്പലത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക. ഈ പോക്കറ്റ് റോഡ് വഴി ഏകദേശം 3 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഭക്തജനങ്ങൾ എല്ലാ ദിവസവും എത്തിച്ചേരുന്നുണ്ടെങ്കിലും വിനോദസഞ്ചാരികൾ കൂടുതലായി മഴക്കാലത്തിലാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. അമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ വലതുഭാഗത്തായിട്ട് പാർക്കിംഗ് സൗകര്യവും അധികൃതർ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം കാൽനടയായിട്ട് വേണം അമ്പലത്തിലേക്ക് പോകുവാനായിട്ട്. ഇപ്പോൾ ഡ്രസ്സ് മാറുന്നതിനായിട്ടുള്ള ചെറിയ സൗകര്യങ്ങളേ ഉള്ളെങ്കിലും കാലക്രമേണ വിനോദസഞ്ചാരികളെ കൊണ്ടും വിശ്വാസികളെ കൊണ്ടും നിറയുന്ന ഒരു പ്രധാന ഇടമായി മാറുമെന്ന് നിസ്സംശയം പറയാവുന്ന ഒരു പ്ലേസാണ് ഇത്. മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. നെയ്വിളക്കും ധാരയുമാണ് പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിനുള്ളിൽ ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട്. പഞ്ചാമൃതവും പാലഭിഷേകവും ഒരു നാരങ്ങാമാലയുമാണ് പ്രധാന വഴിപാട്. മഴക്കാലമാണ് അനുയോജ്യമായ സമയം. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി അരുവി ഒഴുകുന്നതിനാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കുട്ടികൾ വലിയ ആഴമില്ലാത്തതിനാൽ കുട്ടികൾക്കും അവിടെ നിന്ന് കളിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്തതിനാൽ കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു പ്ലേസാണിത്. ഈ അരുവി മുറിച്ച് കിടന്നു വേണം അമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിൽ എത്തിച്ചേരുവാൻ. ധാരാളം കുടുംബങ്ങൾ കുട്ടികളുമായിട്ട് ആർത്തുല്ലസിക്കുവാനായിട്ട് സായാഹ്നങ്ങളിൽ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അമ്പലത്തിനെ കുറിച്ചും അമ്പലത്തിലോട്ട് പോകാനുള്ള വഴിയും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഏജുള്ള കുട്ടികൾക്കും ഈ അരുവിയിൽ ഇറങ്ങി കുളിക്കാവുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷെ മസ്റ്റായിട്ടും പേരൻസിനെ കൂട്ടിയേ വരാവുള്ളൂ. കാരണം പുഴകളും അരുവികളും എൻജോയബിളും ആണ്, അതിലേറെ ഡേഞ്ചറും ആണ്. ഹലോ ഗൈസ്, ഞാൻ നല്ല എൻജോയ് ചെയ്തു. നിങ്ങളും വന്നിട്ട് കുളിച്ച് നല്ല എൻജോയ് ചെയ്തിട്ട് പോവാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു.